ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നമ്മളൊരു 1/2 കിലോൻ്റെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഉണ്ടാക്കാനായിട്ട് പോണത്. അതിന് 6 ഇഞ്ചിൻ്റെ ടിന്നെടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് മൈദ അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് 1 ടേബിൾ സ്പൂണ് മൈദ ഇങ്ങോട്ട് കോരികാണ്ട് ആ ടേബിൾ സ്പൂണിന് തന്നെ കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കോക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണ് കോക്കോ പൗഡറാണ് ഞാനേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ സ്പോഞ്ച് ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം അതൊരു ഭാഗത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് മുട്ട ബീറ്റ് ചെയ്യാനാണ്. 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും 1/2 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക കേട്ടോ. പഞ്ചസാര ഇടുന്നതിന് മുന്നേ തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഒന്ന് നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നതിന് ശേഷം മാത്രം പഞ്ചസാര കുറേശ്ശെ ആയിട്ട് നമ്മളേക്ക് ചേർത്ത് കൊടുക്കുക. ഒന്നായിട്ട് ഒപ്പിടുന്നതിന് പകരം കുറേശ്ശെ ഇങ്ങനെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഈ മഞ്ഞ കളറൊക്കെ മാറി ഒരു വെള്ള കളറാവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു ചെറിയ ബീറ്ററാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ബീറ്റർ എടുക്കാം. ഞാൻ ഈ ഒരു ബീറ്റർ കൊണ്ട് തന്നെയാണ് എല്ലാം ചെയ്തെടുക്കൽ. നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഈ ഒരു രീതിയിൽ ആയി കിട്ടും കേട്ടോ. ഇതിപ്പോൾ 2 കോഴിമുട്ട ഇട്ട് നമ്മൾ ഇത്രയും പതപ്പിച്ചെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വളരെ സ്ലോ ആയിട്ട് പിന്നെ ബീറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇത് ഞാൻ കുറച്ച് വീഡിയോ സ്പീഡാക്കി ഇട്ട് കൊടുത്തതാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓവൺ ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കണം കേട്ടോ. എന്നിട്ടാണ് ഈ സ്റ്റെപ്പ് ചെയ്യേണ്ടത്. നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്ത് നമ്മൾ അരിച്ച് വെച്ച പൊടി ഉണ്ടല്ലോ അത് കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ബീറ്റ് ചെയ്യേണ്ട സ്പീഡ് കൂടാൻ പാടില്ല. ഞാനിപ്പോൾ ഇതിൽ സ്പീഡാക്കി ഇട്ടതാണ്. വളരെ സ്ലോവിൽ ബീറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വിസ്ക് വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ബീറ്റർ ഉപയോഗിക്കുന്നത്. ബീറ്റർ നല്ല സ്ലോ ആക്കി ഇട്ട് കൊടുത്തൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്ക് ബീറ്റർ കൊണ്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. ഞാനതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യൽ. ബീറ്റർ കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ പൊന്തിച്ച് വന്ന മുട്ട ഉണ്ടല്ലോ അത് താഴ്ന്നു പോകാനായിട്ട് പാടില്ല. അത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കരക്കുള്ളതൊക്കെ ഒന്ന് നടുക്കാക്കിയിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നന്നായിട്ട് വടിച്ചൊഴിച്ച് കൊടുക്കുക. പാത്രത്തിലുള്ളതൊക്കെ നന്നായിട്ട് വടിച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. എനിക്ക് പാത്രത്തിലൊരു തുള്ളി പോലും കാണാൻ പാടില്ല കേട്ടോ. അതുകൊണ്ട് ഞാനത് ഫുള്ളായിട്ട് അതിലേക്ക് വടിച്ചൊഴിച്ച് കൊടുക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം അത് ഓവണിക്ക് വെച്ച് കൊടുക്കുകയാണ്. സ്പോഞ്ച് ആയിക്കഴിഞ്ഞാൽ പിന്നെയുള്ള ജോലി ഇതാട്ടോ. ഇതൊക്കെ കഴുകി വെക്കുക. അതൊക്കെ അപ്പോൾ തന്നെ കഴുകി വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കും കേട്ടോ എന്തായി എന്നുള്ളത്. തുറന്ന് നോക്കല്ല, പുറത്തു കൂടി ഇങ്ങനെ നോക്കും എന്തായി എന്നുള്ളത്. കേക്ക് നന്നായിട്ട് പൊന്തി വന്നിങ്ങനെ കേട്ടോ. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. നമ്മൾ വെന്തകണല്ലേ ഒന്ന് കുത്തി നോക്കുക. ഇനി നമ്മളിത് ക്രീമാണ് കേട്ടോ. 3/4 കപ്പ് ക്രീമാണ് കേട്ടോ ഞാൻ ഒരു 1/2 കിലോൻ്റെ കേക്ക് എടുക്കൽ. ഇത് പിന്നെ പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് എൻ്റെ ഒരു ഇഷ്ടത്തിനാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സിമ്പിൾ ഡിസൈനാണ് ഞാൻ കൊടുക്കുന്നത്. കൂടുതൽ ഡിസൈൻ ക്രീം കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ക്രീം ഇതിലേറെ വേണ്ടി വരും കേട്ടോ. എന്നോട് കസ്റ്റമർ പ്രത്യേകിച്ച് ഡിസൈനൊന്നും പറഞ്ഞിട്ടില്ല. ഒരു 1/2 കിലോൻ്റെ കേക്ക് മതിയെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ഒരു ചെറിയ ഡിസൈനാണ് ഞാൻ കൊടുക്കുന്നത്. ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഫില്ലിങ് പിന്നെ എല്ലാവർക്കും അറിയണതുകൊണ്ട് തന്നെ ഫില്ലിങ്ങൊന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ 1/2 കിലോൻ്റെ കേക്കൊന്നും അങ്ങനെ ഞാൻ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിക്ക് വെച്ച് പിന്നെ ഒന്ന് ഫിനിഷിങ് ചെയ്യുക അങ്ങനെ ചെയ്യലില്ല കേട്ടോ. ഞാൻ എപ്പോഴും ഒന്നിച്ച് തന്നെയാണ് ചെയ്യൽ. കേക്ക് ഉണ്ടാക്കാൻ എന്നോട് തലേന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ കൊടുക്കണം എന്നാട്ടത് ചെയ്തുകൊണ്ടിരിക്കണത്. തലേന്ന് എനിക്ക് ഉണ്ടാക്കാനായിട്ട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കൊടുക്കാനുള്ള അന്നാണ്
ചെയ്തുകൊണ്ടിരിക്കണത്. അപ്പോൾ പിന്നെ ടൈം ഉണ്ടായിരുന്നില്ല. കുറച്ച് സമയം സെറ്റ് ആവാനും വേണ്ടി വെക്കുക. അപ്പോൾ ഒന്നായിട്ട് വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് സെറ്റ് ആവാൻ വേണ്ടി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏകദേശം രീതിയിലൊക്കെ ഒന്ന് ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ കാണുന്നുണ്ടാവില്ല എങ്ങനെയാണ് ഫിനിഷിങ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഒരു വിധത്തിലൊക്കെ ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ ഡിസൈന് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ബോർഡിലുള്ള ക്രീമൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കണം. എന്നിട്ട് ഞാൻ ചെറിയൊരു സ്പാച്ചിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, വളരെ ചെറിയൊരു. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ടൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഒന്ന് ചെയ്ത് നോക്കിയതാണ്. വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു സിമ്പിൾ ഡിസൈനായിട്ട് അങ്ങനെ ചെയ്തു. വൈറ്റും നീലയും മഞ്ഞ അങ്ങനെ 3 കളറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ആ 3 കളറിൽ അങ്ങനെ ചെയ്തെടുത്തുകൊണ്ട് ഫിനിഷിങ് ചെയ്തെടുക്കുക ചെയ്തത്. ഈ ഒരു രീതിക്കാട്ടോ ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കണത്. എന്നിട്ട് പിന്നെ ഗോൾഡൻ പേപ്പർ കുറേശ്ശെ ഇങ്ങനെ വെച്ച് കൊടുത്തു കാണാനൊരു ലുക്കിന് വേണ്ടിയിട്ട്. സിമ്പിളാണെങ്കിലും എനിക്ക് ഈ ഡിസൈൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കണേ. കേക്കിൽ പേര് എഴുതുന്ന കാര്യത്തിൽ ഞാൻ വളരെ വീക്കായതുകൊണ്ട് ഫോണ്ടൻ്റ് യൂസ് ചെയ്തിട്ടോ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്ത് കൊടുക്കൽ. ഒരുപാട് എഴുതാൻ ഞാൻ ശ്രമിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒന്നും കറക്റ്റായിട്ട് എനിക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിനി ബോക്സ് ആക്കിക്കാണ്ട് കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കേക്ക് സെറ്റായതിനു ശേഷമായിട്ട് ഞാൻ പേക്കാക്കണത്. പേക്കാക്കിക്കാണ്ട് കസ്റ്റമർക്ക് രാത്രിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പേക്കാക്കിക്കാണ്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ അവർക്ക് ആവശ്യമുള്ള നേരം വിളിക്കുമ്പോൾ അത് കൊണ്ടു കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.